ഹലോ, ഇന്തോനേഷ്യ യാത്രയിൽ ഞങ്ങൾ ബാലിയിൽ നിന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് അമ്പലങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ വൈകുന്നേരം ഏകദേശം 4 മണിയാവാറായി. ഞങ്ങളിപ്പോൾ ഗിളിമാനു എന്നുള്ള സ്ഥലത്താണ്. ഗിളിമാനു എന്ന് പറഞ്ഞ ഒരു പോർട്ടിൽ. ഇനി ഞങ്ങൾ പോകുന്നത് ബുനുവാങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ ഈ ഫെറിയിൽ കയറിയപ്പോൾ നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ഇത് കാണുന്നത്. ഇതൊരു നാട്ടുകാർ, ഈ ഫെറിയിൽ കയറിയ നാട്ടുകാർ പൈസ എറിഞ്ഞു കൊടുക്കും. ആ എറിഞ്ഞു കൊടുക്കുന്ന പൈസ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെയുള്ള ഈ ചെക്കന്മാർ. അപ്പോൾ അതൊരു കുറച്ച് നേരം ഇവിടെ വെയിറ്റിങ്ങിൻ്റെ ഇടയിലുള്ളൊരു കളിയാണ്. ഇവരാര് വേണമെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ പൈസ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് നീന്തി എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. ഞങ്ങളിനി ഇവിടുന്ന് ഒരു 45 മണിക്ക് നീന്തി എടുത്ത് പൈസക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഭയങ്കര തമാശയൊക്കെ ഉണ്ട്. ഒരു വിനോദം. എത്രയോ നേരമായി വെള്ളത്തിൽ നിൽക്കുന്നു. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ബാലിയിൽ നിന്ന് ഇപ്പോൾ ബുനുവാങ്ങി എന്ന സ്ഥലത്തേക്കാണ്. അക്കരെയാണ് ബുനുവാങ്ങി ഉള്ളത്. ഇപ്പോൾ ഉള്ളത് ബാലിയിലാണ്. ബാലിയിൽ നിന്ന് അടുത്തതായിട്ട് ഞങ്ങൾ ജാവയിലേക്കാണ് പോകുന്നത്. ജാവയിൽ നിന്ന് അടുത്തത് ജാവയാണ്. ബാലി ഒരു ഐലൻഡാണ്. അത് കഴിഞ്ഞ് അടുത്ത ഐലൻഡാണ് ജാവ. ജാവൻ്റെ ഏറ്റവും എൻഡിലുള്ള സ്ഥലമാണ് ബുനുവാങ്ങി എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 45 മിനിറ്റോളം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ബ്രോമോയിലേക്ക് പോകും. ജലീൽ മാഷേ, എങ്ങനെയുണ്ട്? ഇതുവരെയുള്ള ട്രിപ്പ് വളരെ അടിപൊളി ട്രിപ്പായിരുന്നു. ബാലി കുറേ ക്ഷേത്രങ്ങളുടെ നാടാണ്. അടിപൊളി ക്ഷേത്രങ്ങൾ, അതിൻ്റെ കൾച്ചറും അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണവും എല്ലാം പറയുമ്പോൾ വളരെ രസകരമായാണ്. ഇനി മറ്റൊരു കൾച്ചറായ ജാവയിലേക്കാണ് പോകുന്നത്. ജാവ റോമയിലെ ഇപ്പോഴും ലൈവായിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം കാണുമ്പോൾ ഇതാണ് നിങ്ങളെ കുട്ടികളുടെ ഇവിടുത്തെ യുവാക്കളുടെ കലാപ്രകടനം കാണുന്നുണ്ടാവും പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ബ്രോമോ ലൈവായിട്ടുള്ള അഗ്നിപർവ്വതം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോകുന്നത് ജക്കാർത്തയിലേക്കാണ്. ഇത് കഴിഞ്ഞ് നാട്ടിലേക്ക് കുട്ടികളുടെ കലാപ്രകടനം കാണുന്നുണ്ടാവും. ഓക്കെ, ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.